ഞാൻ ഈ ഒരു 100 ദിവസം കൊണ്ട് എന്റെ തടി ഓർക്കണ ചലഞ്ച് എടുത്തപ്പോ ഒരുപാട് പേരെന്നെ കളിയാക്കിയിട്ടുണ്ട്. വേറെ 5 ദിവസമെങ്കിലും എത്തിക്കുവാറുണ്ട്. അങ്ങനെ കളിയാക്കിയവരുടെ മുന്നിൽ ഇന്ന് തന്നെ ദിവസം 30ാമത്തെയാണ്. ഇന്ന് പുലർച്ചെ 2:30 ഞാൻ എണീച്ചു. കാരണം ഒരു സ്ഥലം വരെ പോകാനുണ്ട്. അതുകൊണ്ട് വേഗം ഒന്ന് പോയി കുളിച്ചിടെ കൂട്ടുകാരെ വിളിച്ച് ഞാനും അവനും കൂടി നേരെ ഞങ്ങൾക്ക് പോകാനുള്ളത് ഈ ഒരു വണ്ടീന്റെ അടുത്ത് എത്തി. ഇവിടെ എത്തിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല പോണതെന്ന്. അങ്ങനെ വണ്ടി കയറി പോണ വഴിക്ക് എന്റെ ചെറിയ ഒരു ചെറിയ മകൻ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന എന്റെ ഈ ഒരു ഫോൺ ചവിട്ടി പൊളിക്കേണ്ട അവസ്ഥയിലാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് അവനെ വലിയൊരു മെയിൻ്റെയാണ് കിടന്നുറങ്ങണ പോലെ അഭിനയിച്ചിട്ട് പോണത്. അങ്ങനെ പോണ വഴിക്ക് കുറച്ചു പേര് എത്തിയപ്പോഴേക്കും ഈ ഒരു ചായ കട കണ്ട് അവിടെ കയറി ഒന്നും കഴിക്കാത്തതുകൊണ്ട് മധുരമില്ലാത്തത് ഈ ഒരു ബ്രൂ കോഫി കുടിച്ച് ചെറുതായിട്ട് വിശപ്പ് മാറ്റി വണ്ടി എടുത്ത് നേരത്തെ അമ്പലത്തെത്തി. വളരെ നേരത്തെ എണീച്ചുകൊണ്ട് കുറച്ചധികം നേരം ഞാൻ വണ്ടി കിടന്ന് ഉറങ്ങി. അതുകൊണ്ട് വീഡിയോ ഒന്നും നേരെ എടുക്കാൻ പറ്റിയില്ല. എന്തായാലും നല്ലപോലെ മുഖമൊക്കെ ഒന്ന് കഴുകി ഫ്രഷ് ആയി ഞങ്ങൾ എല്ലാവരും കൂടി നേരത്തെ ചോറ്റാനിക്കരയുള്ള അമ്പലത്തിലേക്കാണ് വന്നത്. ഇവിടെ ഫോട്ടോയും ഫോണും വീഡിയോ ഒന്നും അലൗഡ് അല്ലാത്തതുകൊണ്ട് വീഡിയോ ഒന്നും നേരെ എടുക്കാൻ പറ്റില്ല. എന്തായാലും എനിക്കും എന്നെ സ്നേഹിക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നല്ലപോലെ പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു 9 മണി 9:45 നല്ലപോലെ വിശക്കണോണ്ട് നേരത്തെ ഈ ഒരു ഹോട്ടലിൽ കയറി 2 ഇടിയപ്പം കടലക്കറിയും വാങ്ങി കഴിച്ച് നേരത്തെ മണിച്ചിത്രത്താഴ് ഷൂട്ട് ചെയ്ത ഈ ഒരു പാലസിക്കും പോയി അവിടെ എല്ലാം കുറച്ചധികം നേരം കറങ്ങി നടന്ന് കണ്ട് നാഗവല്ലിയോട് ടാറ്റയും പറഞ്ഞ് നേരെ ഞങ്ങൾ പോയത് ബോട്ടിങ്ങിനാണ്. അങ്ങനെ ആ ബോട്ടിംഗ് എല്ലാം കഴിയുമ്പോഴേക്കും സമയം ഏകദേശം 3 മണിയായി. അതുകൊണ്ട് നേരെ തിരിച്ചു വന്ന് വണ്ടി കയറി ഇരുന്നതും നല്ല ചൂടുള്ള ഒരു പുട്ടൂരിന്റെ ഉള്ളിൽ കയറി ഇരുന്ന പോലെയായി. കാരണം വെയിലത്ത് വെച്ച് അത്രയ്ക്ക് വണ്ടി വരെ ചൂടായി പോയി. അത്രയ്ക്ക് ക്ഷീണിച്ചോണ്ടേ നേരെ ഈ ഒരു ഹോട്ടലിൽ കയറി പോയി ഉച്ചയ്ക്ക് കഴിക്കേണ്ട ഞങ്ങളുടെ ഈ ഒരു ഭക്ഷണം വൈകുന്നേരം 5 മണിക്കാണ് ഞങ്ങളൊക്കെ കഴിച്ചത്. പിന്നെ എന്നോട് ഒരുപാട് പേര് പറഞ്ഞു വല്ലപ്പോഴും കഴിക്കുമ്പോൾ അൽഫാമിന്റെ കൂടെ മന്തി റൈസും കൂടി വാങ്ങി കഴിച്ചോന്ന്. അതുകൊണ്ട് ഒരു കയ്യിൽ മന്തി റൈസ് ഒരു കഷ്ണം ചിക്കനും വാങ്ങി കഴിച്ച് വയറിന് ചെറുതായിട്ട് സമാധാനമാക്കി നേരെ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും സമയം 9 മണി 9:45 10 മണിയായി. അതുകൊണ്ട് വേഗം ഒന്ന് പോയി കുളിച്ച് ആ ഒരു ക്ഷീണമൊക്കെ ഒന്ന് മാറ്റി രാത്രിത്തെ ഭക്ഷണം 2 ഗോതമ്പ് കുറച്ച് സാമ്പാറും കുറച്ച് മുട്ടക്കറി ഉണ്ടാക്കി കഴിച്ച് നല്ലൊരു തലവേദന വന്നതുകൊണ്ട് ഞാൻ കിടന്ന് ഉറങ്ങാൻ പോണ്. അപ്പൊ എന്തായാലും 100 ദിവസത്തിൽ 30ാമത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞ് ഇനി നമുക്ക് 31ാമത്തെ ദിവസം കാണാം. അതുവരെ ബൈ.